എന്തോ ആയിരിക്കും. ആരണയ്ക്ക് പച്ച നിറാണോ? ഞാൻ ശരിക്കും കണ്ടുവന്നേ. കയറി പിടിച്ചിരുന്നെങ്കിലോ? പച്ചലപ്പാമ്പല്ലേ, കടിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചിലപ്പാമ്പായാലും പാമ്പ് പാമ്പനല്ലേ. പരീക്ഷത്തിന് തക്ഷയം കടിച്ചെങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിന്ന് വെള്ളം കോരുമ്പോഴാ. വെള്ളത്തിൽ മൂർക്കുനാണലിയൊന്നും ഉണ്ടാവില്ലല്ലോ, ബക്കറ്റിൽ കയറിയതാ. അന്ന് ഈ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കൊല്ലി ഇട വിഷം ഉണ്ടാവില്ലെന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തിന്റെ മോളിരുന്ന് കളിക്കുക. 2 വയസ്സാ. അവളെ കാലമ്മ കൂടെ അഴിഞ്ഞു പോയത്. തൊട്ടില്ലല്ലോ. അതെന്താ? എന്നോടാ പാക, എന്നെ എണ്ണ പിടിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? എണപ്പാമ്പുകളാ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വരുമ്പോഴാ. ഈ ബാലേട്ടൻ ഞങ്ങളുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയില് 2 പാമ്പുകളാണ് ചേർന്നു. നല്ല അസല് മൂർഖൻ. ഞങ്ങള് കല്ലെടുത്ത് കയറി തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു. സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമ്മേ, എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രമേ. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കാന്ന് പറഞ്ഞ പക ഇല്ലാണ്ടിരിക്കുവോ? എണപ്പാമ്പിനെ കൊന്നത് അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്തേ അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ, പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കെട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല, കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലട്ട, പാമ്പിനും മനുഷ്യന്റെ ആയുസാ. എന്റെ ദേവനെ കൊത്തിയത് ആ ഇണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്. ഇന്ന് നേരത്തെ ആണല്ലോ. മീനിക്കുട്ടിയില്ല അവിടെ? സരോജിനി ഇവിടെ ഇല്ല. എന്തേലും പറയണോ? വേണ്ട. എന്താ അവിടെ? വീട്ടിന്റെ ഒമ്പറത്താണോ കളി? അപ്പുറത്തെങ്ങനെ പോയി കളിച്ചേ? എന്നാ ഇനി അത് വേണ്ട. കളിയും തുള്ളലും. രണ്ടാളും പോയി 4 അക്ഷരം വായിക്കും. ചെല്ല്. ദേവനെ, ആരാടെ വീട്ടിലൊരു വിരുന്നുകാരൻ? കാർത്തിട്ടാണോ? എങ്കിൽ പട്ടാമ്പിയിലെ അമ്മാമ്മയുടെ മോന്റെ മോനാ, സുഗുണൻ. അതല്ല, ഇത് വെളുത്തൊരു കോന്തൻ. വെളുത്തിട്ടോ? ആ, എനിക്കറിയില്ല. പോയ ബസ് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണേ. ബസ് കിട്ടും. എന്നാ ഞാനിപ്പോ പോവാല്ലേ? സരോജിനി ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആശയാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. 2 ദിവസം കഴിഞ്ഞ് 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 വരാം. 2
തങ്കപ്പേട്ടൻ കെട്ടിയെന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വരാൻ പോയതാ. പിന്നെ എന്ത് പറ്റി? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു നായരായിട്ട് ബന്ധമുണ്ട്. അതിന്റെ ഇടയില് അപ്പൊ ഇപ്പോഴോ? അപ്പൊ അച്ഛൻ മരിച്ചു. അതല്ല, ഇപ്പൊ നായരായിട്ട് ബന്ധമില്ലെന്നാ? 2 കുട്ടികളെയും തള്ളയും വഴിയാധാരാക്കാണ്ട് വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഒത്തുപോവാൻ പറ്റുന്നില്ല സരോജിനി. പറ്റണില്ലെങ്കിൽ വേണ്ട. പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പടി ചവിട്ടരുത്. ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല. സരോജിനി ആരാ മേള്? എന്തോ മുള്ളിപ്പത്തരിച്ച ബന്ധമൊക്കെ പറയണ്ട്. എനിക്കറിയില്ല. ചെറിയച്ഛൻ 3-4 പ്രാവശ്യം ചോദിച്ചു ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ, ഞാൻ പോകുമ്പോ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനു ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികൾ കേരളത്തിൽ ഉണ്ട്. ഭാരതപ്പുഴ, ചാലിയാർ, പെരിയാർ, മൂവാറ്റുപുഴ, പമ്പ എന്നിവ ചില പ്രധാനപ്പെട്ട നദികളാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഭാരതപ്പുഴ. പുസ്തകം നോക്കി വായിക്കുമോളെ. നദിയാണ് ഭാരതപ്പുഴ. ധാരാളം നദികളുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനു ചുറ്റും ഒന്ന് നീ ഇടവഴിയാണോ? അതെ. നദിയോ അല്ലെങ്കിൽ അവിടെ വീട്ടില് മീനിക്കുട്ടി കണ്ടോ? ഇല്ല, എന്തേ? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കിയില്ല. എന്തേ പോയി നോക്കണോ? വേണ ഓ. ആ ഏപ്പാ, അല്ല നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ കുറച്ചു ഇരിക്കും. എനിക്ക് ഒരു തലവേദന, ഇത്തിരി അമൃതാഞ്ജനം വാങ്ങണം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ല ഞാൻ പോ, എനിക്കൊരാളെ കാണുന്നുണ്ട്. അന്ത്യായ പുറത്തിറങ്ങാത്ത ആളാണല്ലോ. മോളെ, വേഗം പഠിച്ചു കഴിഞ്ഞാ ഒരു പാട്ട് പാടി തരാം. പടി. ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ എന്താ മണിയേട്ടാ? എന്റെ കാലിലെന്തോ കടിച്ചു. എന്റെ മണ്ണാർശാല ദേവി എവിടെ? കാലേ എന്റെ ഈശ്വര. ചോരൊന്നും പൊടിഞ്ഞു കാണില്ലല്ലോ. ഇല്ലേ, നല്ല വേദന ഉണ്ട്, നല്ല കട്ട് കഴപ്പുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. മുള്ള, തൊട്ടവാടര മുള്ള. ഇതേ കണ്ടോ? ഞാൻ പേടിച്ചു. ഈ ചെറിയച്ഛന്റെ ഒരു പേടി. എന്തോ എന്റെ കാലിൽ മുട്ടി നല്ല വഴുവഴാന്ന്. പിന്നെ ഒന്നുമില്ല, തോന്നണതാ. അല്ല, തോന്നിയത് ഒന്നുമല്ല. നോക്കട്ടെ. ഏയ്, ഒന്നുമില്ല കേട്ടോ.
അമ്മ എന്ത് വൃത്തിയുടെ കാട്ടണേ? മുറ്റം മുഴുവൻ തുപ്പിച്ചൊപ്പിച്ചു. നല്ല ശൈലുണ്ട് കാണാൻ. ഓ നീ ഒരു സുന്ദരിക്കോത. ഇത്തിരി വെളുപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കളിയാക്കണ്ടടി. കറുപ്പിന് 7 അഴകാ. മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കണ ഒരു വേഷം കെട്ടല്. മനുഷ്യന്മാര് കാണണ്ടവര് കണ്ടാ മതി. എനിക്കറിയാം ആരപ്പോ കാണണ്ടോരെന്നൊക്കെ. ആരാ? അങ്ങനെ ഇപ്പൊ കേട്ട് സൂഹിക്കണ്ട. 16 വയസ്സാന്നാ വിചാരം. പിന്നെ ഞാനെന്താടി മുതുക്കിയ? നീ പോത്തുപോലെ വളർന്നു പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോഴും കൊച്ചു പെണ്ണാ. അയ്യടാ, ഒരു പാവാടിയും ബ്ലൗസും കൂടി ഇട്, അല്ലെങ്കിൽ ഒരു ചുരിദാർ. ഇടുടി, ഞാനതൊക്കെ ഇടും. നീ കണ്ടോ? ആരവിടെ? എന്താ ഭാസ്കര? ഒരു കുറുന്തോട്ടി. കുറുന്തോട്ടി നോക്കുമ്പോ സൂക്ഷിക്കണേ, ചിലപ്പോ തിളച്ച വെള്ളം മോന്തയ്ക്ക് വീഴും.